ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. 22/10/2025. 32 കൊല്ലം ആയി എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട്. പിന്നെ 1993 കഴിഞ്ഞതാണ് കേട്ടോ. 22/10/1993 കഴിഞ്ഞതാണ്. അപ്പോൾ അന്നത്തെ കാലത്തുള്ള ഫോട്ടോ ആണ് കേട്ടോ. ഇത് ചേട്ടൻ്റെ പെങ്ങൾ, അച്ഛൻ, അമ്മ, ഇത്രയും ആൾക്കാരുള്ള വീട്ടിലെ അംഗങ്ങൾ. പിന്നെ വല്യമ്മ, ചെറിയമ്മ മക്കൾ, അങ്ങനെ വല്യമ്മ ചെറിയമ്മമാരൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്നിപ്പോൾ അവരൊന്നും ജീവിച്ചിരിപ്പില്ല. ദക്ഷിണ കൊടുക്കുന്ന ഭാഗമാണ് കേട്ടോ. അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുക്കുക. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ദക്ഷിണ. കാരണന്മാർക്ക് ദക്ഷിണ കൊടുക്കണ ഒരു ചടങ്ങുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് എടുത്ത് ഇതിലേക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഫോട്ടോസ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. പിന്നെ ഇത് അവിടെ പുറപ്പെടുപ്പിക്കുകയാണ് എല്ലാവരും കൂടിയിട്ട്. വല്യമ്മയുടെ മക്കൾ, വല്യമ്മയുടെ മോൻ്റെ മക്കളൊക്കെ എല്ലാവരും കൂടിയിട്ട് പുറപ്പെടുവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്മയും അച്ഛനും പെങ്ങളും എല്ലാവരും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുന്നത്. പിന്നെ അത് അമ്മ വർക്ക് ചെയ്തായിരുന്ന സ്കൂളിലെ ടീച്ചർമാരാണ് കേട്ടോ. പിന്നെ അമ്മാവനൊക്കെയാണ്. ഇത് അമ്പലം, കല്യാണം കഴിക്കാൻ പോകുന്ന അമ്പലമാണ് കേട്ടോ. അന്ന് ചെറിയൊരു അമ്പലമായിരുന്നു. ഇപ്പോൾ വലിയ അമ്പലമായി. ഞാനത് ഇപ്പോൾ യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എൻ്റെ കല്യാണം മാല അങ്ങോട്ടും ഇങ്ങോട്ടും മാലിട്ട് കൊടുക്കണം. താലി കെട്ട് കഴിഞ്ഞു. താലികെട്ടൊക്കെ കഴിഞ്ഞ് പിന്നെ പ്രസാദം. പിന്നെ അച്ഛൻ കൂടെ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആങ്ങളെയാണ് ഞങ്ങൾക്ക് കൈ പിടിച്ച് തന്നത് കേട്ടോ. അങ്ങനെ കാറിൽ കയറുന്നു കേട്ടോ. വീട്ടിൽ വന്നിട്ട് ചടങ്ങുകൾ കേട്ടോ. അവിടെ മോതിരമാറ്റം അതൊക്കെയാണ്. അപ്പോൾ വീട്ടിൽ തന്നെയാണ് പന്തലിട്ടേക്കുന്നതും ഒക്കെ. സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഊണ് കഴിക്കാനുള്ള സൗകര്യം ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നത്തെ കാലത്ത് മിറ്റൊക്കെ നല്ലോണം ഉണ്ടായിരുന്നു. ഇന്നുണ്ട് മിറ്റൊക്കെ കേട്ടോ അവിടെ. അമ്മയാണ് എൻ്റെ അമ്മ. ഞങ്ങളുടെ ആൽബത്തിലുണ്ട് അമ്മയും അച്ഛനൊക്കെ കേട്ടോ. ഇത് പായെന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ ആൽബം എടുത്ത കാരനാണ്. അപ്പോൾ ഞങ്ങൾ ഊണ് കഴിക്കുന്നു അവിടെ. അടുത്തിരിക്കുന്നത് ചേച്ചിയുടെ മോളാണ്. പിന്നെ അയൽവാസികളൊക്കെയാണ്. പിന്നെ പെങ്ങൾ എന്നെ ഡ്രസ്സിങ് ചെയ്യുന്നു. പിന്നെ അവിടേക്ക് തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ടൈമായപ്പോൾ വല്യമ്മയുടെ മോള് പിന്നെ കുറച്ച് പേര് കൂടിയിട്ട് കൊണ്ടുപോകണം. അതിനായിട്ട് മുന്നേ കുറച്ച് ഫോട്ടോ എടുക്കണം കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോഴേക്ക് എല്ലാവരും റെഡിയായി നിൽക്കേണ്ട എല്ലാ സംഭവങ്ങളും ഒരുക്കി നിൽക്കണ്ടായിരുന്നു. അരിയും പൂവൊക്കെ എറിയാനുള്ള ചടങ്ങൊക്കെ ഉണ്ടല്ലോ. അമ്മ എറിയണം. പിന്നെ കുങ്കുമം തൊടിയിക്കുന്നു. അങ്ങനെ അവിടെ ചെന്നിട്ട് പാലും മഴയൊക്കെ തരുന്നു കേട്ടോ. അവിടെ ചെന്ന് അച്ഛനും അമ്മയും ഒക്കെ പാലും മഴ തരുന്നുണ്ട്. എല്ലാവരും തരുന്നുണ്ട്. നമുക്കിപ്പോൾ എല്ലാവരുടെയും അങ്ങനെ ഇതാകാൻ പറ്റില്ലല്ലോ. പിന്നെ അവിടെ ചെന്നിട്ട് വളയിടിയിക്കണം അമ്മ. പിന്നെ ഇങ്ങനെ നമ്മുടെ ഫോട്ടോ ഇങ്ങനെ എടുത്ത് കാണിച്ചാണ്. അന്നും ഇന്നും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹം തന്നെയാണ്. ഇപ്പോഴും അത് ഒരുപോലെ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ല. അച്ഛനും അമ്മയും എൻ്റെ ചേച്ചിയുടെ മോളെ പിന്നെ അമ്മായിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൽ. പിന്നെ അമ്മാവിൻ്റെ മോള് അമ്മായിയൊക്കെയാണ് കേട്ടോ. അമ്മാവനൊക്കെയാണ് ഏട്ടൻ്റെ. പിന്നെ വല്യമ്മയുടെ മോളും ഭർത്താവും പിന്നെ അവരുടെ വീട്ടുകാർ തന്നെയാണ്. അവിടെ ചെന്നിട്ട് അമ്മാവനും അമ്മായി എല്ലാവരും വീട്ടിലൊരു ഫോട്ടോ. അങ്ങനെ
കുറേ ഫോട്ടോകളൊക്കെ കുറച്ചൊക്കെ കംപ്ലൈൻ്റൊക്കെ വന്നു, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അവിടെ ചെന്നിട്ട് എല്ലാവർക്കും പിന്നെ ആൾക്കാർ വന്നപ്പോൾ അവർക്ക് കാപ്പിയും ചായയൊക്കെ ആയിട്ട് പാർട്ടിയും കാര്യങ്ങളൊക്കെ. അങ്ങനത്തെ ഓർമ്മ ദിവസമാണ് ഇന്ന്. പഴയ ഓർമ്മകളുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം. ഇനി എന്നും ഇങ്ങനെ കുറേ നാളുകൾ ഉണ്ടാവാം. പെങ്ങളും അച്ഛനും അമ്മയും ഇവർ പല പല ഫോട്ടോസ് എടുക്കുമല്ലോ, അപ്പോൾ അതൊക്കെ എല്ലാം ഒന്ന് എടുത്ത് കവർ ചെയ്തിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് എടുത്താണ്. ഇനി എൻ്റെ വീട്ടിലെ ആൽബമാണ്. അപ്പോൾ ഈ നമ്മുടെ വരങ്ങൻകുന്നുണ്ട്, അവിടെ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ചിത്രങ്ങൾ വെച്ച് ഒട്ടിക്കുകയൊക്കെ ചെയ്യില്ല, അതാണ്. അപ്പോൾ എന്നെ പുറപ്പെടുവിക്കണം, അച്ഛൻ്റെ പെങ്ങളുടെ മോളാണത്. പിന്നെ ദക്ഷിണ കൊടുക്കലും എടുക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ അച്ഛന് അമ്മയ്ക്കും ഒക്കെ ദക്ഷിണ കൊടുക്കുന്നു. ഇത് അച്ഛൻ്റെ പെങ്ങളാണ് വല്യമ്മ. അത് ഞാൻ അങ്ങനെ അങ്ങോട്ട് എടുത്തു പോയപ്പോൾ അങ്ങനെ എടുത്തതാണ്. അമ്മായി പിന്നെ അച്ഛൻ്റെ ബന്ധത്തിലുള്ള ഒരു അമ്മയാണത്. അച്ഛൻ്റെ പെങ്ങളാണ്. പിന്നെ ഞങ്ങളും അച്ഛനും അമ്മയും ഞാനും കൂട്ടിയെടുത്തുള്ള ഫോട്ടോ. പിന്നെ ആങ്ങളമാരെടുത്ത് കൂടിയിട്ടുള്ള നിൽക്കുന്ന ഫോട്ടോ കേട്ടോ. 2 ആങ്ങളമാരാണ് എനിക്ക്. 2 ആങ്ങളമാരും കൂടി നിൽക്കുന്ന ഫോട്ടോ. പിന്നെ അമ്പലത്തിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് പ്രസാദം തരല്. പിന്നെ താലിക്കെട്ടിൻ്റെ ടൈമിൽ താലി കെട്ടണു. അങ്ങനെ താലി കെട്ടുമ്പോൾ മുടിയൊക്കെ പൊന്നിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ അമ്പലത്തിൽ താലി കെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്ന് ഇറങ്ങണ ഭാഗമാട്ടോ. പിന്നെ ആൽബത്തിലിങ്ങനെ പല ഫോട്ടോകളൊക്കെ ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാനെടുത്ത് തൊഴണതും അങ്ങനത്തെ ഒക്കെ എടുത്തുള്ള ഫോട്ടോ ആണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മ അരിയും പൂവൊക്കെ എറിഞ്ഞു നമ്മളതിനെ സ്വീകരിച്ച് കയറ്റി ഇരുത്തി. അവിടെ ചെന്നിട്ട് പന്തലിൽ മാലയിടൽ, അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടണം, മോതിരം മാറണം, എല്ലാം അവിടെ പന്തലിൽ ചെന്നിട്ട് ചെയ്യുന്നു കേട്ടോ. പിന്നെ പണ്ടൊന്നും എന്താ പറയുക, നമുക്കങ്ങനെ ഒരു ഇന്നത്തെ കുട്ടികളുടെ മാതിരിയല്ലല്ലോ. പണ്ട് വീട്ടുകാർ തീരുമാനിച്ച് നമ്മൾ അതിനനുസരിച്ച് ബഹുമാനത്തോട് കൂടിയിട്ട് കഴിക്കുന്ന. അപ്പോൾ നമുക്ക് അങ്ങനെ ചിരിയും ഇതൊന്നും വരുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അപ്പം ചിരിക്കാനുള്ളൊരു ഇതൊന്നും നമുക്കങ്ങനെ ഉണ്ടായിരുന്നില്ല ചേച്ചി. നമുക്കങ്ങനെ അറിയില്ല. നമ്മളങ്ങനെ വീടിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ പുറത്തേക്ക് കിടന്ന് ഇപ്പോഴാണ് പിന്നെയും ഒരു തൻ്റെ ഇടവും കാര്യങ്ങളും സ്വന്തം നമുക്ക് പുറത്തേക്ക് പോയി ഓരോ കാര്യങ്ങൾ ഇതാവാനൊക്കെ പറ്റുന്ന ഒരു ഇത്. പണ്ടൊന്നും അങ്ങനെ ഒരു കാലമല്ലായിരുന്നു. വീടിൻ്റെ ഉള്ളിൽ ചടഞ്ഞിരിക്കേണ്ട ഒരു കാലം എന്ന് പറയണ മാതിരിയായിരുന്നു. അപ്പോൾ അതിലത്തെ ഒരു ഇതാണ് എൻ്റെ മുഖത്ത് കാണാനുള്ളത്. ഒരു ഭയം, പേടി, എന്താ പറയുക, അങ്ങനെ. അപ്പോൾ വീട്ടിൽ അമ്മയുടെ കൂടെ അച്ഛൻ്റെ കൂടെ നിന്നിട്ടൊരു ഫോട്ടോ എടുത്തതാണ്. ഇനി ആങ്ങളമാർ എല്ലാവരും കൂടിയിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നുണ്ട്.
എൻ്റെ ആങ്ങളമാരും ചേച്ചി ചേട്ടത്തിയമ്മ കുട്ടികൾ ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിന് അച്ഛൻ്റെ പെങ്ങളായിട്ട് എടുത്തതാണ്. പിന്നെ ബാക്കിൽ നിൽക്കുന്നത് ഏട്ടൻ്റെ വല്യമ്മയുടെ മോള്. അവർ അച്ഛൻ്റെ പെങ്ങളുണ്ട് ഇപ്പോൾ ഇവിടെ. പിന്നെ ആ ബാക്കിൽ നിൽക്കണ വല്യമ്മയൊക്കെ ഇന്നിവിടെ ഇല്ല, ലോകത്തില്ല. ഇതിൽ കുറേ പേര് നമ്മുടെ ഒപ്പം ഇല്ലാത്തവരുണ്ട് കേട്ടോ. അച്ഛൻ, രണ്ടമ്മമാരും അച്ഛന്മാരും ആരും ഇല്ല, ഇന്ന് ജനിച്ചിരിപ്പില്ല കേട്ടോ. പിന്നെ ഏട്ടൻ്റെ വല്യമ്മയുടെ മോളൊക്കെയാണ്. പിന്നെ നമുക്ക് ഓണപ്പടം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലാണ് കേട്ടോ. അങ്ങോട്ട് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ അമ്മയ്ക്കും അച്ഛനും നമ്മൾ ഓണപ്പടം കൊടുക്കുന്നു, അങ്ങനെ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓണപ്പടം കൊടുക്കൽ കഴിഞ്ഞു. പിന്നെ ഇതൊരു സൈഡിൽ ഇരിക്കണ്ടായിരുന്ന ഒരു ഫോട്ടോ അങ്ങനെ വന്നതാട്ടോ. പിന്നെ ഞാൻ അതെടുത്ത് കളഞ്ഞൊന്നുമില്ല. അപ്പോൾ പിന്നെ എല്ലാവരും കൂടിയിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഇങ്ങനെ കണ്ടപ്പോൾ അതെടുത്ത് ഇങ്ങനെ എടുത്തതാണ്. ഫോട്ടോസ് കുറേ ഉണ്ട്, മുഴുവനൊന്നും നമുക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ച് ഇട്ടതാട്ടോ. പിന്നെ പുറപ്പെടുവിക്കുന്നത് എന്താ വെച്ചാൽ വല്യമ്മയുടെ മോള്, ആങ്ങളുടെ ഭാര്യ, അച്ഛൻ്റെ പെങ്ങളുടെ മോള് ഇവരൊക്കെയാണ് എന്നെ പുറപ്പെടുവിച്ചിരുന്നത് കേട്ടോ. പണ്ടൊന്നും യൂട്യൂബ് ചാനലൊന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ, താങ്ക് യു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക.